ഹലോ. രാവിലെ കൂട്ടിൽ വന്നു, കോഴികളുടെ അടുത്ത് എന്തോ ശബ്ദം കേട്ടു. അപ്പം തന്നെ പിടികിട്ടി, നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കോഴി എടുത്ത് നോക്കി. അപ്പോൾ നല്ലോണം അടയിരുന്ന കോഴിയുടെ അടുത്ത് 6 കുഞ്ഞും, അത്ര നല്ലോണം അടയിരിക്കാഞ്ഞ കോഴീൻ്റെ അടുത്ത് 7 കുഞ്ഞുമായിട്ട് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അതിലൊരു കുഞ്ഞൻ തൂവെള്ള കോഴിക്കുഞ്ഞുണ്ട്, ഒരു കറുത്ത കോഴിക്കുഞ്ഞുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നല്ല സൂപ്പർ കോഴിക്കുഞ്ഞുങ്ങൾ. നമുക്ക് കുറേ കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടി. നമുക്ക് മൊത്തത്തിൽ 13 കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടി. ഇവര് നാടനായതുകൊണ്ട് തന്നെ ഭയങ്കര ചെറുതാട്ടോ, തീരെ ചെറുത് കോഴിക്കുഞ്ഞുങ്ങൾ. കാടക്കുഞ്ഞിൻ്റെ പോലെയൊക്കെ ഉള്ളൂ, അത്രയും ചെറുതാണ് കോഴിക്കുഞ്ഞുങ്ങൾ. എന്നാലും ഭയങ്കര ക്യൂട്ടാട്ടോ, ഒരു രക്ഷയില്ല. നല്ല ക്യൂട്ട്, ഒരു രക്ഷയില്ല. നല്ല അടിപൊളി കോഴിക്കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്കൊരു അപ്ഡേഷൻ പോലെ. അപ്പോൾ ഞാൻ ഒരു കമൻറ്റ് ചോദിച്ചായിരുന്നു, ഒരു ദിവസം നമ്മുടെ കോഴികൾ ഇറങ്ങി വെളിയിൽ പോയി, പൂവന്മാരവരെ ഓടിച്ചു. ആ ദിവസം ഉച്ചയ്ക്കാണ് പിന്നീട് ആ കോഴികൾ തിരിച്ചു വന്നത്. അപ്പോൾ വിരിയുമോ എന്നെനിക്ക് സംശയമുണ്ടെന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ കമൻറ്റിൽ വന്നൊരു അടിപൊളി മറുപടി ഉണ്ട് കേട്ടോ. സലീൽ എന്ന് പറഞ്ഞൊരു ബ്രോയാണ്. പുള്ളിക്കാരൻ പറഞ്ഞു ധൈര്യമായിട്ടിരുന്നു, അത് ഉറപ്പായിട്ടും വിരിയും എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, പുള്ളിക്കാരൻ്റെ കൊച്ചിലെ വീട്ടിലെ ഉമ്മ പുള്ളിക്കാരൻ്റെ അടുത്ത്, പുള്ളിയുടെ ഉമ്മ കോഴീനെ നോയിക്കോളും എന്ന് പറഞ്ഞിട്ട് കോഴീനെ വെളിയിൽ ഇറക്കി വിട്ടിട്ട് പോവും. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇത് വിട്ടുപോകും. ഈ കോഴി വീട്ടിലെ ബാക്കി മുട്ടക്കോഴികളുടെ കൂടെ ഒക്കെ നടന്ന് വൈകുന്നേരം കൂട്ടി കയറും. അന്നേരമാണ് പിന്നെ ഓർക്കുന്നത് ഈ അടക്കോഴിയുടെ കാര്യം. പിന്നെ ഇതിനെ കൊണ്ടുവന്നിട്ട് മുട്ടയിൽ കൊണ്ടുവന്ന് വെക്കും. അങ്ങനെ പല ദിവസം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്രോ ധൈര്യമായിട്ടിരുന്നു, കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിയുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും കമൻറ്റുകളും ഒക്കെ വരുമ്പോൾ ഭയങ്കര ഒരു മോട്ടിവേഷനാണ്, പിന്നെയും ചെയ്യണം എന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ നാളെ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യണം, എന്തെങ്കിലും നമ്മുടെ പെറ്റ്സിന് വേണ്ടി അല്ലെ പശുവിന് വേണ്ടി കോഴിക്ക് വേണ്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ഇങ്ങനെ തോന്നാറുണ്ട്. ഞാനിപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു തള്ളക്കോഴിയെ നിർത്തിയിട്ട് അതിന് എല്ലാ കുഞ്ഞുങ്ങളെയും കൂടെ ആക്കി മറ്റേനെ വെളിയിലിറക്കി വിടാൻ. പക്ഷേ എനിക്കത് തോന്നുന്നില്ല. കാര്യം ഇവരെ വെളിയിലിറക്കി വിടുമ്പോൾ ഇവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുകയും കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ഇപ്പം തന്നെ കണ്ടില്ലേ, 2 അമ്മമാരുടെ അടുത്തും കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അവർ കഷ്ടപ്പെട്ടതല്ലേ, അവർ 21 ദിവസം ഇരുന്നതല്ലേ. അപ്പോൾ പിന്നെ എങ്ങനെയാ നമ്മളിവരെ സെപ്പറേറ്റ് ആക്കി കുഞ്ഞുങ്ങളെയൊക്കെ മാറ്റി കൊടുക്കുന്നത്? ദോഷമല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ തന്നെ ഫ്രീ ആയിട്ട് 2 അമ്മമാരെയും കുഞ്ഞുങ്ങളെയും കൂടി ഇവിടെ തന്നെ ഫ്രീ ആയിട്ട് അങ്ങ് കുറച്ച് ദിവസം തുറന്നു വിടാം. അവർ സന്തോഷമായിട്ട് അവിടെ നിന്ന് കുഞ്ഞുങ്ങളെ നോക്കുകയും തീറ്റ കൊടുക്കുകയും ചൂട് കൊടുക്കുകയും ഒക്കെ ചെയ്യട്ടെ എന്ന് ഞാനും അങ്ങ് വിചാരിച്ചു. അങ്ങനെ ഈ അമ്മമാർ തമ്മിൽ ഇവിടെ പ്രശ്നങ്ങളില്ല കേട്ടോ, തമ്മിൽ കൊത്തോ വഴക്കോ ഒന്നുമില്ല. അവർ കുഞ്ഞുങ്ങളെയൊക്കെ ഷെയർ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ തന്നെ അവർ ഫ്രീ ആയിട്ട് നടന്ന് കുഞ്ഞുങ്ങളെയൊക്കെ നോക്കട്ടെ എന്ന് വെച്ചു. ഇങ്ങനെ ഞാനിപ്പോൾ നിലവിൽ ഇങ്ങനെ വിട്ടിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരണേ. അല്ലെങ്കിൽ അവരങ്ങനെ വളർന്നോട്ടെ, കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് അവരെ പുറത്തേക്ക് ഇറക്കാം. മഴയൊക്കെ അല്ലേ, മഴയൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് അവരെ പുറത്തേക്ക് ഇറക്കാം.